ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കണം ആഗ്രഹിക്കണമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് നല്ല ഐശ്വര്യമായിട്ട് തീയൊക്കെ കത്തിച്ച് നല്ല ഐശ്വര്യത്തോടു കൂടെ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് തുടങ്ങല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാനൊക്കെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ പതിവ് പോലെ തന്നെ ഇന്നത്തെ പരിപാടി അങ്ങോട്ട് തുടങ്ങിയിരിക്കണ്. എന്നും ഇതന്നെയല്ലേ, നമ്മൾ വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലല്ലോ ടൈം ടേബിളിന്. എവിടെയെങ്കിലും പോകാനുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ എത്ര പെട്ടെന്നല്ലേ പണി തീർക്കുക. ഞാൻ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് എവിടെയെങ്കിലും പോകാനുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ പണിയും കഴിഞ്ഞ് കുളി വരെ കഴിഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ കേട്ടോ. അലക്കലും എല്ലാം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ചിലവരൊക്കെ ഉണ്ടല്ലേ പോയി വന്നിട്ടൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഉള്ള ആൾക്കാരുണ്ടല്ലോ. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എടുക്കുന്ന എല്ലാ പണികളും എത്ര പെട്ടെന്ന് എടുത്ത് തീർക്കും അറിയോ അല്ലേ. അതുതന്നെയാണ് നമുക്ക് എല്ലാ ദിവസവും ഉണ്ടാകുക. എന്നാലും ചില ദിവസങ്ങളിൽ അങ്ങോട്ട് പണി തീരുകയേ ഇല്ലല്ലേ. അപ്പം ഞാൻ ഇന്ന് എന്തായാലും വേഗം തന്നെ പണികളൊക്കെ ഒന്ന് തീർക്കാമെന്ന് വിചാരിക്കുന്ന ദിവസമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും തീർന്നിട്ടില്ല. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവുക. നമ്മളെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ അവർക്ക് എന്തായാലും മനസ്സിലാവുന്നുണ്ടാവും. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോടാണ് കേട്ടോ ഞാനിങ്ങനെ പറയണതേ. അപ്പം എന്തായാലും ഇന്നിപ്പം തീ കത്തിച്ച് അവിടെ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചാണ്. പിന്നെ ഇപ്പോൾ അതാ ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മളെ സാധാ പച്ചരി അരച്ചിട്ടുള്ള ദോശയല്ലേ, നീർദോശ. ആ ഒരു ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാ അരി ഒന്ന് അരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാണെങ്കിൽ ചെറുതിന് ഈ ഒരു കടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഡെയിലി ദോശ ഉണ്ടാക്കി കൊടുത്താലും ഓനക്ക് ഇഷ്ടമാണ്. വേറെ ഇഡ്ഡലിയും ഉഴുന്ന് ദോശ, ചപ്പാത്തി ഇതൊന്നും എൻ്റെ കുട്ടിക്ക് ഇഷ്ടമില്ല. അത് കഴിക്കൂലേ. അത് ഉണ്ടാക്കുന്ന ദിവസം പിന്നെ ഞാൻ ഓനക്കായിട്ട് വേറെ കടിയൊന്നും ഞാൻ ഉണ്ടാക്കി കൊടുക്കില്ല. എന്താണ് നമ്മൾ ഉണ്ടാക്കണ കഴിക്കല്ലാതെ ഓരോരുത്തർക്ക് വേറെ ഉണ്ടാക്കാനൊന്നും കഴിയൂല. അങ്ങനത്തെ ശീലിക്കലിനൊന്നും നടക്കൂല അറിയും കേട്ടോ ഞാൻ. പക്ഷെ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ്, ഈ ഒരു നീർദോശ. അതെന്ന് അത് ചുട്ടാലും എൻ്റെ കുട്ടിക്ക് സന്തോഷമാണ്. അപ്പം ഞാൻ അത് തന്നെയാണ് കേട്ടോ അധികം അങ്ങോട്ട് ഉണ്ടാക്കൽ. അപ്പോൾ ഇതാ അരിയൊക്കെ ഒന്ന് അരച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ചൊരു വെളിച്ചെണ്ണയും കൂടെ ഒക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ ദോശക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും ഒഴിച്ച് കൊടുത്തേണ്. ഇനിയിപ്പം ഇതൊക്കെ ഓരോന്നായിട്ട് അങ്ങനെ ചുട്ട് എടുക്കണം. അപ്പം കറിയിലേക്ക് ഇപ്പോൾ എന്താണ് കറി ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്തയിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു രാവിലെ. സാധാരണ എനിക്ക് തലേന്നത്തെ കറി ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മീൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ രാവിലത്തെ കടിക്കും അതുതന്നെ ആവുമല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ടാവും കേട്ടോ. അതൊന്നും ഇല്ലാത്ത ദിവസമാണ് ഞാൻ ചെറുപയറോ കടലയോ അല്ലെങ്കിൽ മുട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ ഇന്ന് ദോശയല്ലേ, അപ്പോൾ ദോശക്ക് കുറച്ച് ചെറുപയർ കറിയാക്കാമെന്ന് വിചാരിച്ച്. തേങ്ങ അരച്ചിട്ടൊന്നുമല്ല കേട്ടോ, സാധാരണ അല്ലാതെ വേവിച്ചിട്ട് വറവിടാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അതൊന്ന് മഞ്ഞൾപ്പൊടിയും ചെറിയൊരു കഷ്ണം ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ വെച്ച് ഒന്ന് ഇട്ട് കൊടുത്ത് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെറുപയർ പൊതിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിരുന്നു. അപ്പോൾ അത് ഇനിയിപ്പം തിളച്ച് മൊത്തത്തിൽ ചിന്തി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് ഒരു കയ്യിൽ അങ്ങനെ വെച്ച് കൊടുത്തതാണ് കേട്ടോ. ആരൊക്കെ ഇങ്ങനെ പറയുന്നതും യൂട്യൂബിൽ ഞാനും ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ കാണുന്നതാണ്. അപ്പോൾ ഞാനതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുത്തതായിരുന്നു. അപ്പോൾ എനിക്ക് സക്സസ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ കുക്കറിൻ്റെ മേലെ കൂടെ വല്ലാതെ ഒന്നും ചിന്തി അങ്ങനെ വെള്ളം ഒന്ന് ചീറ്റി അലപ്പായിട്ടൊന്നും ഇല്ലേനു. അപ്പം ഞാൻ ഒരടുപ്പിൽ അതും വേവിക്കാൻ വെച്ച് ഒന്ന് വെന്തിട്ട് ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ അടുപ്പിൽ ഇതാ ദോശ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്ത് ചായക്കുള്ള വെള്ളവും വെച്ചാണ്. അപ്പോൾ നമ്മളെ ദോശക്കൊതിയൻ ഇതാ എണീച്ച് വന്നിരിക്കുന്നു കേട്ടോ. അവിടെ ഇരിക്കുന്നുണ്ട് ദോശയും കൊണ്ട്. ദോശ കറിയൊന്നും കൂട്ടൂല കേട്ടോ. ഒരു പഞ്ചസാരേൻ്റെ കുട്ടി കഴിക്കണിത്. പിന്നെ ഞാൻ അധികമൊന്നും പഞ്ചസാര അങ്ങനെ കൊടുക്കണത് നല്ലതല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അധികമൊന്നും ഇടൂല. ഓനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരിത്തിരി എടുത്തിട്ട് ഇങ്ങനെ പരത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. അത് മതി, കുട്ടിക്ക് ഇട്ട പോലെ ഒന്ന് കണ്ടാൽ മതി. ഇങ്ങനെ കുറേ വേണമെന്നൊന്നുമില്ല. അപ്പോൾ അത് ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഓനെ അതിൻ്റെ മേലെ കയറ്റി ഇരുത്തി അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കറി ഒന്ന് വറവിടാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി ഒന്ന് തോല് പൊളിച്ചെടുക്കുന്നുണ്ട്. ഈ ചെറുപയർ കറിയൊക്കെ വറവിടുന്ന സമയത്ത് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ ചെറിയുള്ളിയും കൂടെ ഇട്ടിട്ട് വറവിട്ടാൽ ചെറുപയർ കറിക്ക് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ചെറിയുള്ളീൻ്റെ ആ ഒരു ചൊയ വരുമ്പോഴേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് തോല് പൊളിച്ച് എടുക്കുന്നുണ്ട്. പിന്നെ രാവിലെ ഇപ്പോൾ ഇവരെല്ലാവരെയും പറഞ്ഞു വിടണം, അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ചെറുപയറൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടിയിൽ പിടിച്ചിട്ടൊന്നും ഇല്ല ഇനി കേട്ടോ, നല്ല ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഒരല്ലി കറിവേപ്പില ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കറിയും കൂടെ അങ്ങോട്ട് ആക്കി കൊടുത്താൽ മതിയേനു. ഇതിൻ്റെ മുന്നേ ഇതുപോലെ ചെറിയുള്ളി ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് എനിച്ചുമോൾ ഒരിക്കൽ സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ടായിന് കേട്ടോ, ദോശയും ചെറുപയർ കറിയും. എന്നിട്ട് വന്നിട്ട് പറയുന്നുണ്ടായിന് ഉമ്മച്ചിൻ്റെ ചെറുപയർ കറി എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ. എന്താണാവോ, അപ്പോൾ ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ തന്നെയാണ്, അതിൽ ചെറിയുള്ളിയും കൂടെ ഇടുന്നുണ്ട് എന്നേ ഉള്ളൂ. എന്തോ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ട്. കറണ്ട് പോയിന് കേട്ടോ, നമ്മളെ കറണ്ടിന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരിക പോകുക എന്നുള്ളൊരു സൂക്കേടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ദോശയും കറിയൊക്കെ ആയി ഓരോരുത്തർ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയതേനു. നമ്മൾ വാഴ മുന്നിൽ നിങ്ങൾ ഇപ്പം വീഡിയോയിൽ കാണുന്ന വാഴയില്ല, അതിമൊന്ന് ഒടിഞ്ഞു വീണതാണ് കേട്ടോ. മൂത്തിട്ടും ഇല്ല മര്യാദയ്ക്ക്. മൂക്കുകയാണെന്നുണ്ടെങ്കിൽ പഴുപ്പിക്കാനെങ്കിലും വെക്കേനു. ഇത് മര്യാദയ്ക്ക് മൂക്കാതെ എന്താണ് ഒടിഞ്ഞ് അങ്ങോട്ട് പോയതേനു കേട്ടോ. അപ്പോൾ അത് ഇവിടെ കൊത്തി കൊണ്ടുവച്ചതാണ്, എല്ലാവർക്കും കൊടുത്തോന്ന് പറഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ. കായ് ഉപ്പേരി വെക്കാമല്ലോ. അപ്പോൾ അങ്ങനെ പിക്കയും ഇതാ പോകാൻ വേണ്ടി ചായയൊക്കെ കുടിച്ചിട്ട് സമയം വൈകിയെന്ന് പറഞ്ഞിട്ട് ഓടുന്നുണ്ട്. ഒരുത്തന് ഇത് അവിടെ ചെണ്ടയും കൊട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓനെ ഇനി അംഗൻവാടിയിൽ കൊണ്ടുപോയി ആക്കണം. ചെറിയൊരു മഴച്ചാറലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടും മഴയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയുള്ളൂ. എനിക്കാണെങ്കിൽ ഓൻ്റെ പുറകെ നടക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഓനെ മെല്ലെ കൊണ്ടാക്കിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോകാൻ നേരത്ത് നല്ല മാറ്റി ഒരുങ്ങി കുടയൊക്കെ പിടിച്ച് നിന്നതാണ്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ നല്ല ഉഷാറിൽ നിന്ന് തന്നതേനു. അപ്പോൾ ഓനെ കൊണ്ടുവന്നാക്കി വന്നിട്ട് ഇതാ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. ഇനിയിപ്പം വന്ന പാടനെ ആകെ ഒരു ഭാഗത്തു നിന്ന് അടിച്ചു വാരി തുടങ്ങുകയാണ് കേട്ടോ. കുട്ടികളൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ വീടാകെ അലമ്പായിട്ട് കിടക്കുന്നുണ്ടാവും. ഓരോരോ ഭാഗത്ത് ഒരു കഴിച്ചിടുന്ന ഡ്രസ്സും അതും ഇതും എല്ലാം കൂടെ ആയിട്ടേ ഒരു തലേന്ന് തുടങ്ങണം. അപ്പം ഞാൻ ഒതുക്കി പെറുക്കി ഒന്ന് അടിച്ചു വാരുകയാണ്. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ്, നമ്മളെ റൂമത്തെ ബെഡ്ഷീറ്റ് ഞാൻ അലക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒന്ന് എടുത്ത് അതിൽ വിരിക്കാനൊക്കെ ഉണ്ടായിന് കേട്ടോ. കുറേ ദിവസമൊന്നും ഒരു ബെഡ്ഷീറ്റ് തന്നെ ഇടുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റും. ഇപ്പോൾ ഒന്നോ രണ്ടെണ്ണോ മൂന്നെണ്ണോ ആണെന്നുണ്ടെങ്കിലും ഉള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിട്ടോ. ഒന്ന് തന്നെ അങ്ങനെ വിരിച്ചിടുന്നത് എനിക്കിഷ്ടമല്ല. ഒന്നാമത്തെ ചെറിയ കുട്ടികളുള്ളല്ലോ, ഒരു അതിൽ കളിക്കും, പാഞ്ഞു കയറുകയും ചെയ്യും. പിന്നെ നമ്മൾ അതിൽ തന്നെ കിടക്കും. പിന്നെ അപ്പോൾ എന്തോ ഒരു ജാതിയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഞാൻ മാറ്റി വിരിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മൊത്തം ഒന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കി ഒന്ന് അകമൊക്കെ അടിച്ചു വാരി ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ പാത്രം കഴുകലും വെള്ളം പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മെഷീനിലേക്കും പിന്നെ അകത്ത് കുടിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പുതിയ ഓസ് വാങ്ങിയിട്ടുണ്ടായി. മറ്റേത് പഴയത് പിന്നെ അപ്പുറത്ത് ആ ചളിയിൽ കൂടെ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് പിന്നെ ഞാനിത് അകത്തേക്ക് പിടിക്കാൻ മാത്രം എടുത്തിട്ട് അങ്ങനെ ഈ ഒരു ഓസ് എടുത്ത് വെക്കലാണ്. പുറത്തേക്ക് പിന്നെ മറ്റേ പഴയത് കൊണ്ട് തന്നെ പിടിക്കാമെന്ന് വിചാരിച്ചിട്ടേ. അപ്പം വെള്ളം അകത്ത് നിറക്കാനൊക്കെ വേണ്ടിയിട്ട് വെള്ളം പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോണ്ട് ഒരാൾ വിളിക്കണ്, ഇതാ എൻ്റെ മോന് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഉച്ച വരെ നിന്നിട്ടുള്ളൂ ഇന്ന്. പിന്നെ ഇക്കാനെ കണ്ടപ്പോൾ ഇക്കാനെ ഇവിടുന്നോ കണ്ടിട്ടുണ്ടായി പോലും. അപ്പോൾ എനിക്ക് വീട്ടിൽ പോകണം, ഉമ്മച്ചീൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കരഞ്ഞിട്ട് വരുമ്പോൾ കൂട്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ ഓനെ കൂട്ടാനും പോയി, അതിൻ്റെ ഇടയിലൊന്ന് മേലേക്ക് പോയി കൂട്ടി കൊണ്ടുവന്ന്. ഇനിയിപ്പോൾ അതാ ബാക്കിയുള്ള പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചോറും കറിയും വെക്കലൊക്കെയാണ് ഇനി ഉള്ളത്. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാൻ അതും ഇതൊക്കെ ആയിട്ട് കുറച്ച് പച്ചക്കറികൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സാമ്പാർ തട്ടിക്കൂട്ടി എടുക്കാനുള്ള ഒരു വകുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താക്കിയെന്നറിയോ, പരിപ്പും കഷ്ണങ്ങളെല്ലാം ഒന്ന് മുറിച്ചിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടതാ കേട്ടോ അതൊന്ന് കുക്കറിൽ വെക്കുന്നുണ്ട്. ഈ കുക്കർ കണ്ടുപിടിച്ചത് കൊണ്ട് എന്തൊരു ഉപകാരമല്ലേ. പണ്ടൊക്കെ എൻ്റെ ഉപ്പച്ചിക്ക് കുക്കറിൽ വെക്കണ ഒന്നും ഇഷ്ടമല്ലേനി കേട്ടോ. നമ്മൾ പണ്ട് പുരയിലുള്ള സമയത്ത് കെട്ടിക്കണതിനൊക്കെ മുന്നേ കുക്കറിൽ ഒരു സാധനം വെക്കണ ഉപ്പച്ചിക്ക് ഇഷ്ടമല്ലേനു. അപ്പോൾ പിന്നെ അത് ശീലമായി, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാൻ സാമ്പാറിനുള്ളതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിന്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതാ നമ്മളെ കായ് ഉണ്ടല്ലോ എന്തായാലും മുറിച്ചിട്ട് ഇനിയിപ്പോൾ അതിനെ വെക്കാണ്ട് നിൽക്കണ്ട. അപ്പോൾ അത് കായ് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് മുറിച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മളെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതാ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കായ് ഇട്ടേം കൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ, വേറൊരു സൈസ് ഒരു കളർ വന്നിട്ടുണ്ടായിനി. ഇനിയിപ്പോൾ ഇതൊന്ന് വറവിടട്ടെ. അതിനുള്ള പൊടികൾ മുളകും പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി ഞാനൊരു പാത്രത്തേക്ക് എടുത്ത് വെച്ചിരുന്നു. ഇനിയിപ്പോൾ ഓരോന്നോരോന്ന് ഇടുമ്പം ആദ്യം ഇട്ടത് എനിക്ക് അരിഞ്ഞു കൊണ്ടാ വിചാരിച്ചിട്ടാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും പൊട്ടിച്ച് നമ്മളെ പൊടികളൊക്കെ ഒന്നിതാ അതിലേക്ക് ഇട്ടീന്. ഒക്കെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്ത് ഈ വേവിച്ചുള്ള കഷ്ണങ്ങളും കൂടെ അങ്ങോട്ട് ചേർത്താൽ നമ്മളെ തട്ടിക്കൂട്ട് ബറാബർ സാമ്പാർ അവിടെ റെഡി ആയിക്കോളും. ഞാനിങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ വെക്കുക. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ ചട്ടി നിറച്ചും സാമ്പാർ കണ്ടില്ലേ, അതുകൊണ്ട് ഞാൻ നാളത്തേക്ക് ഉഴുന്നും അരിയും വെള്ളത്തിലിടും കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യൽ. സാമ്പാർ വെക്കുന്ന ദിവസം അപ്പോൾ ഉഴുന്നും അരിയും വെള്ളത്തിലിടും. ഇഡ്ഡലിയോ അല്ലെങ്കിൽ ദോശയോ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ട് അത് വേഗം അങ്ങോട്ട് വെള്ളത്തിലിടും കേട്ടോ. എന്തായാലും സാമ്പാർ ഇഡ്ഡലിക്ക് ഉഴുന്ന് ദോശക്കൊക്കെ സാമ്പാർ നല്ല ചേരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് സാമ്പാർ വെക്കുമ്പോൾ എന്തായാലും അധികം കുറേ കറി ആവുകയും ചെയ്യും. അപ്പോൾ അതും കൂടെ ആക്കിയാൽ നമ്മളെ രാവിലത്തെ കാര്യത്തിലൊരു തീരുമാനമായി കിട്ടുമല്ലോ. അപ്പോൾ അത് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കായ് ഉപ്പേരി ഒന്ന് വേവിച്ച് അതും ഒന്ന് അടുപ്പത്താക്കീന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ അടുപ്പിൻ്റെ അടുത്ത പരിപാടികളൊക്കെ കഴിഞ്ഞാണ്. ഞാൻ വേഗം എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് അടിക്കൽ, തുടക്കൽ, കഴുകൽ, മോറൽ, എൻ്റെ കുളി വരെ കഴിഞ്ഞാണ് കേട്ടോ. ഇനിയിപ്പോൾ അതാ നല്ല വിശക്കുന്നുണ്ട്. ഞാനും നാസിമോനും ചോറ് കഴിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഓൻ അതിലൊക്കെ കളിച്ച് നടക്കുന്നുണ്ട് കേട്ടോ.
ഇപ്പോൾ ഓനക്കും ചോറ് കൊടുത്ത് ഞാനൊന്ന് ചോറ് വയ്ക്കട്ടെ. അപ്പോൾ വെള്ളം ഒന്ന് ചൂടാകാനും വേണ്ടി വെച്ചിട്ടുണ്ട്. കായ്പ്പേരിയും സാമ്പാറും തന്നെയാണ് കേട്ടോ. പിന്നെ അച്ചാറും ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടൊന്ന് അങ്ങോട്ട് ചോറ് വയ്ക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു സാധാരണ ദിവസത്തെ സാധാരണമായിട്ടുള്ളൊരു വീഡിയോ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിലേ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് തുടർന്നും നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യട്ടോ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.